ഒരു വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസ്. അപ്പോൾ ആ സാരി ബ്ലൗസിൽ കുറേ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണ പെണ്ണിനുള്ള ബ്ലൗസാണ്. അപ്പോൾ ഈ വർക്കുകൾ ഏതൊക്കെയാണ്, എങ്ങനത്തെ രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ്, ഇതിന് നെക്കെന്ന് പറയുമ്പോൾ നല്ല യു റൗണ്ട് നെക്കാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ നെക്കിൽ ബാക്കിൽ ചുറ്റിലും കുറേ ലെയറായിട്ട് ഇങ്ങനെ കുറേ മുത്തുകൾ വെച്ചും പിന്നെ കുറേ ബീഡ്സ് വെച്ചും ഇങ്ങനെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 3-4 ലെയറായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം ആ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ ചുറ്റിലും നെക്കിൻ്റെ ചുറ്റിലും ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ്. കഴുത്ത് ബാക്കിൽ ചുറ്റിലും നല്ല വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ബാക്കിൽ ഫുള്ളായിട്ട് അവിടെ ഇവിടെയായിട്ട് കുറേ വർക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ചുറ്റിലും കുറേ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് ഒരു ഫ്ലവർ പോലത്തെ വർക്കാണ് മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഗോൾഡൻ കളർ വെച്ച്. പിന്നെ ഇതിൻ്റെ കയ്യേലെന്ന് പറയുമ്പോൾ കയ്യേൽ സാരിയുടെ കസവ് ഇങ്ങനെ വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ കസവ് ഇങ്ങനെ വരുന്നത് വീതിക്ക്. ആ കസവിൻ്റെ മേലേക്ക് കസവ് കാണുകയും ചെയ്യണം, നമ്മുടെ വർക്ക് അതിൻ്റെ പുറത്ത് വരവും ചെയ്യണം. ആ രീതിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 ലെയർ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു മുത്ത് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവർ പോലെ ഇങ്ങനെ മുത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ലൈനും വേറെ വേറെ രീതിയിൽ അങ്ങനെ വരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ കയ്യിലെ മേൽഭാഗത്തായിട്ട് ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഡിസൈന് മുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 കയ്യിലും സെയിം അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ വർക്ക് ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഒരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ഇനി ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നോക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രം ഇതിൻ്റെ വർക്ക് വരുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ മുന്താനെ വരുന്നത് കൊണ്ട് ആ സൈഡ് കവറായി പൊക്കോളും. നമ്മുടെ റൈറ്റ് സൈഡ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അതുകൊണ്ട് റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് ബാക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ ഇവിടെയായിട്ട് ഒരു ചെറിയ ഡിസൈന് കാണുന്ന ഭാഗത്തായിട്ട് ഫ്രണ്ട് പോർഷൻ കാണുന്ന ഭാഗത്തായിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിന് പറയുമ്പോൾ ഒരു പ്രിൻസസ് കട്ടിങ് ആണ്. സാരി ബ്ലൗസിൻ്റെ കട്ടിങ് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒറ്റ കട്ടിങ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇത് പ്രിൻസസ് കട്ടിങ് ആണ്. ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ്, ഫുൾ ഫ്രണ്ട് ഓപ്പൺ. ആ രീതിയിലാണ് ഈ ബ്ലൗസ് സാരി ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.